പ്രിയമുള്ളവരെ, ബഹ്റൈൻ സെൻറ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജന വിഭാഗമായ സെയിൻറ് തോമസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം അണിയിച്ചൊരുക്കുന്ന ദൃശ്യാവിഷ്കാരം താരം തിളങ്ങി നിന്നു ആസ്വദിച്ചാലും. രംഗത്ത് മാതാവ് അലീന റിജിൻ, ജോസഫ് ജെറി ജെ തോമസ്, ഗബ്രിയൽ മാലാക, ഷീന യോഹന്നാൻ, വിദ്വാൻമാർ ജോ വർഗീസ്, അനി ഫിലിപ്പോസ്, ഷാലു ഷാജി, ആട്ടിടയന്മാർ സോജി ജോർജ്, ജെലിഷ് എബ്രഹാം, മാലാകമാർ സാറ സൂസൻ സോജി, റിഷേൽ മറിയം പ്രിൻസ്. ആശയം സെയിൻറ് തോമസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ബഹ്റൈൻ. റെക്കോർഡിംഗ് ഡ്രീംസ് ഡിജിറ്റൽ മീഡിയ ബഹ്റൈൻ. മേക്കപ്പ് സജീവൻ കണ്ണപുരം. സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ ആൻഡ് വോയിസ് സന്തോഷ് തങ്കച്ചൻ. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അയ്യോ, ഞാൻ മറിയ, ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശുവെന്ന് പേർ വിളിക്കണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ യഹോവ അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന് ജോസഫ് അറിഞ്ഞു. ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന്റെ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ടും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ദാവീദിന്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കണ്ട. അവളുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനായിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ആ കാലത്ത് ദേശത്തൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസർ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ ജോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനായതുകൊണ്ട് ഗർഭിണിയായ മറിയയെയും കൂട്ടി പേര് ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ട് യഹൂദിയയിൽ ബേത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. ബേത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ നിന്നെയും കൂട്ടി അത്രയും ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേര് ചേർക്കപ്പെടണം എന്നുള്ളത് രാജകൽപ്പനയാണ്. അതെനിക്കും അറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം ഓർക്കുമ്പോൾ ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും.
യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്റെ അടയാളമായ നക്ഷത്രം കണ്ട് കിഴക്കുനിന്നെത്തിയ വിദ്വാൻമാർ ഉണ്ണിയേശുവിനെ നമസ്കരിപ്പാനും അവന് പൊന്ന്, മൂറ്, കുന്തിരിക്കം എന്നിവ കാഴ്ച നൽകുവാനും പുറപ്പെട്ടു. പൂർണ്ണ ഗർഭിണിയായ മറിയയും ജോസഫും ബേത്ലഹേമിൽ എത്തിച്ചേർന്നു. പ്രസവത്തിനുള്ള കാലം തികഞ്ഞതിനാൽ വഴിയമ്പലത്തിൽ സ്ഥലം ഇല്ലായകൊണ്ട് ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി. ഇടയന്മാരും വിദ്വാൻമാരും ലോകരക്ഷകനായ ഉണ്ണിയേശുവിനെ കണ്ടു വണങ്ങി കാഴ്ചകൾ അർപ്പിച്ചു. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജാതനായിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ആനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു.